എടാ നീ 2 ദിവസമായിട്ട് റൂമിൽ അടച്ചുകൂട്ടിയിരിക്കല പോലും ഭക്ഷണം പോലും കഴിക്കാൻ പോവാണ്ട് എന്നാ മിസ്സി ആദ്യം വീണ്ടും പഠിച്ച കല്യാണം ഉറപ്പിച്ചതാ, അടുത്ത് തന്നെ ഉണ്ടാവും പോലും. അവൻ എനിക്കത് നമ്മളറിയാത്തൊരു പെണ്ണ എടാ, ക്രിസ്ത്യാനോന്റെ കല്യാണം ജോർജിന്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അത് ശരി. എടാ ഇന്നത് നല്ല കാര്യല്ലേ കല്യാണം കഴിക്കുന്നേ? നല്ല കാര്യാ. നീ എല്ലാ ജോർജീനന്റെ ടീമാന്നല്ലേ? എടാ ഇവൾ എപ്പാന്ന് ക്രിസ്ത്യാനോ കാണാൻ തുടങ്ങി. ഞാനില്ലേ 18ാമത്തെ വയസ്സ് തൊട്ട്, ചെക്കന്റെ 18ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാ ക്രിസ്ത്യാനോനെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും കമന്റ് ബോക്സിലും കണ്ട വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഞാൻ ജോർജിനെ കണ്ടിട്ടില്ല. ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്റെ ക്രിസ്ത്യാനോനെ ഡിഫെൻഡ് ചെയ്യാൻ. ചെക്കൻ ഓരോ പെനാൽറ്റി അടിക്കുമ്പോൾ കുറെ എണ്ണം പെനാൾഡോ എന്ന് പറഞ്ഞ് കളിയാക്കും, ഓരോ പെനാൽറ്റി മിസ്സാക്കുമ്പോൾ കളിയാക്കും, കളി തോറ്റാ കളിയാക്കും. അന്നേരം നീ ജോർജിയന് ഇല്ലേനും ക്രിസ്ത്യാനോക്ക് വേണ്ടി വാദിക്കേ? ഞാനേ ഉണ്ടായിട്ടുള്ളൂ. അണ്ണൻ ഓരോ ക്ലബിലേക്ക് മാറി മാറി പോകുമ്പോൾ ക്ലബിന്റെ ചരിത്രം പഠിച്ച് ഞാനും മാറിപ്പോയി. ഉണ്ടേനുവാ ഈ ജോർജിന ഉണ്ടേനു. എടാ എപ്പാടാ ഓള് വന്നിന്, എന്നാ ചെയ്തിനോള് ക്രിസ്ത്യാനോക്ക് വേണ്ടിട്ട് 4 പിള്ളേരെ നോക്കുന്നയാ. പോർച്ചുഗലിന്റെ ഓരോ കളിക്കും അമ്പലത്തിൽ പോയിട്ട് നേർച്ച നടത്താൻ ഞാനേ ഉണ്ടായിട്ടുള്ളൂ, ഈ ജോർജിനൊന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടുള്ള മിഷൻ കല്ല് പോലത്തെ ഒരു മോതിരത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് യെസ് പറഞ്ഞു തന്നു. എന്ത് യെസ് പറഞ്ഞു തന്നു? ഇന്ന് വരെ ഓള് അണ്ണൻ കോട്ട എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിനാടാ. 1000 എണ്ണം ഇട്ടിട്ടുണ്ടോ ഞാൻ? 1000 എണ്ണം. അണ്ണന് വേണ്ടി എത്ര തെറിവിളി കേട്ടോടാ ഞാൻ, എത്ര എണ്ണത്തിന് തെറി വിളിച്ചിട്ടുണ്ടടാ ഞാൻ. അല്ലെങ്കിൽ ട്രൂ ലവിന് ഈ കാലത്തിലൊരു വിലയില്ലടാ.